സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. ഫ്രാൻസിലെ കത്തോലിക്ക ദേവാലയത്തിന് തീവച്ചത് ഇസ്ലാമിക് സ്റ്റേറ്റ് അനുഭാവി. പാരീസ്. വടക്കൻ ഫ്രാൻസിലെ സെന്റ് ഒമേർ പട്ടണത്തിൽ കഴിഞ്ഞ തിങ്കളാഴ്ച അമലോത്ഭവ മാതാ കത്തോലിക്ക ദേവാലയത്തിന് തീവച്ചയാൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. വിവിധ കുറ്റകൃത്യങ്ങൾക്ക് 25 തവണ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഇയാൾ തീവ്ര ഇടതുപക്ഷ ഇസ്ലാമിക ക്രൈസ്തവ വിരുദ്ധ പ്രവർത്തികൾക്ക് പോലീസിന്റെ നോട്ടപ്പുള്ളിയായിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് അനുഭാവിയാണ് പ്രതിയെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1859 പണിത പള്ളിയുടെ മേൽക്കൂരയും മണിമാളികയും തീപിടുത്തത്തിൽ തകർന്നു വീണിരുന്നു. തിങ്കളാഴ്ച വൈകുന്നേരമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. 39 വയസ്സുള്ള പ്രതി പോലീസിന്റെ നോട്ടപ്പുള്ളി ലിസ്റ്റിൽ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നുവെന്ന് സെന്റ് ഒമർ പബ്ലിക് പ്രോസിക്യൂഷൻ മെഹ്ദി ബെൻബൌസിക് ചൊവ്വാഴ്ച FFPയോട് പറഞ്ഞു. ഇതിനോടകം 15 പള്ളികൾ കത്തിക്കാൻ പ്രതി ശ്രമിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഫ്രാൻസിലെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 2023 ഫ്രാൻസിൽ മാത്രം ക്രൈസ്തവർക്ക് സ്ഥാപനങ്ങൾക്കുമെതിരെ 1000-ഓളം ആക്രമണങ്ങൾ നടന്നു. ഇതിൽ 90% ദേവാലയങ്ങൾക്കും സെമിത്തേരികൾക്കും നേരെയായിരുന്നു. അനിയന്ത്രിതമായ അഭയാർത്ഥി പ്രവാഹം ഫ്രാൻസിന്റെ സ്വത്ത് ജീവിതത്തെ താറുമാറാക്കിയെന്ന റിപ്പോർട്ട് പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.